അല്ല ഒരു മര്യാദ വേണ്ടല്ലേ പൈസ കൊടുക്കുന്നതിന്. വണ്ടി ഭ്രാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഓണറേനി. അതെ അടിപൊളി ഹെഡ്ലൈറ്റ്, ബാക്കത്തെ ബ്രേക്ക് ലൈറ്റും ഫ്രണ്ടത്തെ ഹെഡ്ലൈറ്റോ കാര്യങ്ങളൊക്കെ തായ്ലാൻഡ് ഇമ്പോർട്ട് ആണ്. തായ്ലാൻഡ് ഇമ്പോർട്ട് ചെയ്തോ അല്ലേ? ഫുള്ള് കൊള്ളാട്ടോ. അതുപോലെ തന്നെ ഫുള്ള് കസ്റ്റമൈസ്ഡ് ആണ് ചെയ്തിട്ടുള്ളത്. ബോഡിയൊക്കെ ഫുൾ ചെയ്തിട്ടുണ്ട്. സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോ വീൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു. ഇന്ത്യയിൽ ഒരു കൊട്ടാരം പോലെ ആക്കിയില്ലേ? അതെ, സീറ്റ് പ്രീമിയത്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. 4,55,000 രൂപ കൊടുക്കാം. 4,85,000 5 4.5 ലക്ഷം രൂപ അല്ലേ? അതെ, 4,55,000 രൂപ നിങ്ങൾക്ക് 2015 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ 1.5 ലിറ്റർ വണ്ടി കിട്ടും. അതെ, നമുക്ക് 5,80,000 രൂപ കൊടുക്കും. 5.80 21 മോഡൽ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? കിലോമീറ്റർ. ഇത് 2020 മോഡൽ 20 ആണ്. അതെ. ഇത് കിലോമീറ്ററോ? ഇത് 40,000 കിലോമീറ്റർ. വെറും 40,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? അതെ. 5,55,000 കൊടുക്കാം. 5.55. അത് നെഗോഷ്യബിൾ ആണോ? മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. അതെ അല്ലേ? ഇത് മെർസിഡീസ് ബെൻസിന്റെ E250 അല്ലേ? ഒറിജിനൽ കേരള. അതായത് ഇതിന്റെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒരു 19,000 രൂപ ഉണ്ടോ അലോവില്? അലോവിലൊക്കെ എക്സ്ട്രാ കയറിയതാണ്. ഫുൾ കിറ്റ് ആയിട്ട് വണ്ടിയാണ് മുന്നും. അതെ അല്ലേ? നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്ത ഒരു കിഴക്കൻ ഷോറൂം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികൾ വിൽക്കുന്ന സ്ഥലങ്ങളിലെ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ വണ്ടൂരിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എക്സാക്ട് സ്ഥലം ചെറുകോട് 28 എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ട്വിൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോറൂം ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഷോറൂമിലാണ് വീഡിയോ ചെയ്യുന്നത്. ക്വാളിറ്റി എന്ന് പറയുന്നതിൽ ധൈര്യമായിട്ട് അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല വണ്ടികൾ, എല്ലാ വണ്ടിക്കാണെങ്കിലും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറയുന്ന പോലെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഉള്ളതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഗ്യാരണ്ടി ആണ് കേട്ടോ. നല്ല വണ്ടികൾ വേണ്ടവർ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ. എക്സാക്റ്റ് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയോട് കൂടെ തന്നെ വിലക്കുറവും കൂടി ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നില്ല, ഇത് മൊത്തം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വിലക്കുറവുണ്ടോ ഓഫർ ഉണ്ടോ എന്നൊക്കെ. എന്തായാലും ഫോണൊക്കെ ആയതുകൊണ്ട് ഓഫറൊന്നും പറഞ്ഞേക്കാം അല്ലേ? മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഇഷ്ടപ്പെട്ടാൽ ചെയ്താൽ മതി. പക്ഷേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വണ്ടികളൊക്കെ തപ്പി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാണാഞ്ഞിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി പെടണ്ട, വേറെ ഇഷ്ടപ്പെടാത്തതും പോയി എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. അപ്പോൾ എന്തായാലും കുറച്ചധികം വണ്ടികളുണ്ട്, പെട്ടെന്ന് വരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ട്വിൻസ് ഡ്രൈവിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് കിടിലം വണ്ടികളുണ്ട്. നമ്മുടെ നസീഹ് ബ്രോ ഉണ്ട് കൂടെ. റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഓക്കെ, കുറച്ച് കിടിലം വണ്ടികൾ കാണിച്ചാലോ? പിന്നെന്താ, വണ്ടിയുടെ ഒരു ക്വാളിറ്റി ഞാൻ ഓൾറെഡി കിടിലം ക്വാളിറ്റിയാന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ പറഞ്ഞ? അതെ, നല്ല കിടിലം ക്വാളിറ്റിയുള്ള സൂപ്പർ വാഹനങ്ങളാണ് നമ്മള് ഓൺ ഓഫ് റൈഡിൽ കൊടുക്കുകയാണ്. വൻപിച്ച വിലക്കുറവ് എന്ന് പറയാൻ പറ്റുമോ? നല്ല വിലക്കുറവ് തന്നെ. നാട്ടുകാർ പറയട്ടെ അല്ലേ? കാണുന്നവര് പറയട്ടെ അല്ലേ? നമ്മൾ പറയണ്ട. അപ്പോൾ ഒരുവിധം വണ്ടികളൊക്കെ അത്യാവശ്യം മോഡൽ കൂടിയ നല്ല ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടികൾ അല്ലേ? ഈ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ളൊന്നുമില്ലല്ലോ? ഇല്ല, അത് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും. മേജർ ആയിട്ടുള്ളൊന്നും ഉണ്ടാവില്ലല്ലോ? അല്ല, മേജർ ആയിട്ടൊന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല അല്ലേ? തുടങ്ങിയാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്തായാലും ഈ നിരത്തിയിട്ടിരിക്കുന്നത് നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാം. ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു എക്സ്ക്രോസ് ആണ്. എക്സ്ക്രോസ് ഏതാ മോഡൽ? ഇത് 2016 മോഡൽ. 16 സിംഗിൾ ഓണർ അല്ലേ? അതെ, സിംഗിൾ ഓണറിൽ സിഗ്മ. അതെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ബേസ് അല്ലേ? അതെ, ബേസ് മോഡൽ. അതായത് എനിക്ക് തോന്നുന്നു ഇത് ഫേസ് ലിഫ്റ്റ് ആക്കിയതാ അല്ലേ? അതെ, ഇത് ന്യൂ ഷേപ്പ് ഒക്കെ കൺവേർട്ട് ചെയ്ത. അതെ, അത് കൺവേർട്ട് ചെയ്യുമ്പോൾ അധികം കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല, ഫ്രണ്ടിൽ അത് മാത്രം ചെയ്യാനുള്ളൂ. അതെ, വണ്ടി ഓവറോൾ നല്ല നീറ്റാട്ടോ വണ്ടി. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇന്ത്യയിലൊക്കെ നോക്കിട്ടോ, ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ബാക്ക് ക്യാമറ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു കസ്റ്റമറിന് ഉപയോഗിച്ചാൽ മതി. ഇത് ബേസ് എന്ന് പറഞ്ഞാലും 2 എയർ ബാഗ്, അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാ സാധനങ്ങളും. അതെ. പിന്നെ കിലോമീറ്റർ 1,40,000. 1.40. അതെ, അതായത് പിന്നെ ഡീസലാണ്. ഡീസലാണ്. അതെ, ഡീസലാകുമ്പോൾ ഒരു 20 മൈലേജ് കിട്ടും. ഒരു റീപ്ലേസ്മെന്റ്. അതെ, ഇത് സുസുക്കിന്റെ വണ്ടിയിൽ ഒരു, അതായത് ഞാൻ പറയുമ്പോ സുഷിക്ക് അവിഹിതം പറ്റിയതാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് തോന്നിപ്പോ അല്ലേ? അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ശരി, ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ്. വില പറ. 5,55,000 കൊടുക്കാം. 5.55. അത് നെഗോഷ്യബിൾ ആണോ? മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. അതെ അല്ലേ? ഒട്ടും കൂടുതലാന്ന് ഞാൻ പറയില്ല. കാരണം വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അല്ലേ? 5,55,000 രൂപയ്ക്ക് 2016 സിംഗിൾ ഓണർ വണ്ടി ഒന്ന് ആലോചിക്കണം. ഇത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. ലോൺ കയറുമോ? എങ്ങനെ ലോൺ? ലോൺ കയറും. ഒരു 5 കിട്ടുമോ? ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അത് വേണ്ടി വരില്ല, പക്ഷെ
കയ്യിൽ വെച്ച് വരിക അല്ലേ? ട്രാക്കില്ല, അത്യാവശ്യം നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അത് ഇന്നോവയാണ്. ഇന്നോവ ഏതാ മോഡല്? ഇത് 2014 Z റീ രജിസ്ട്രേഷൻ നമ്പർ ആക്കിയ വാഹനം. 14 Z. അടിപൊളി. അതായത് ഈ ഷേപ്പിൽ വന്ന ഏറ്റവും ടോപ്പ് വണ്ടി. അതെ, ഇന്റർകൂളർ. 14 പിന്നെ കിലോമീറ്ററോ? കിലോമീറ്റർ 1.25. 1,75,000. ഓണർഷിപ്പ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത വാഹനം. ഇവിടെ ഓണറായിട്ട് സിംഗിൾ ഓണർ ആയിരിക്കും അല്ലേ? അല്ല, ഇത് 4ാമത്തെ ഓണർ ആയിട്ടുണ്ട്. ഓ, അത്രേ. പിന്നെ റേറ്റിലൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ. ഇതിപ്പോ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിന് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. തട്ടിട്ട് റീപ്ലേസ് ആയതല്ല. ഭൂരിഭാഗം വണ്ടികളും റീപ്ലേസ് ആയിരിക്കും. ഇത് നമുക്ക് വില 7,90,000 കൊടുക്കാം. 14 ആണ് ആലോചിക്കണം അല്ലേ? 3.25 മാർക്കറ്റിൽ റേറ്റ് ഉള്ള വണ്ടിയാണ്. നമ്മള് 7,90,000 കൊടുക്കാം. ഓൺ ഓഫർ നെഗോഷ്യബിൾ ആവുമോ? നെഗോഷ്യബിൾ അതിനെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വീഡിയോ കണ്ട ഒരാൾ വരുമ്പോഴേ സ്നേഹത്തിന്റെ പേര് നിങ്ങൾ എന്തെങ്കിലും കുറച്ചു കൊടുക്കും കേട്ടോ. അടിപൊളി. 7,90 കേട്ടോ. അതെ. അതുപോലെ തന്നെ വാഗണർ ആണെങ്കിലോ? ഇത് 2022 ZXi+ സിംഗിൾ ഓണർ. അതായത് 46,000 കിലോമീറ്റർ ഓടിയുണ്ട്. പെട്രോളിലെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് മാനുവലോ? ഇത് മാനുവൽ. അതെ. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിന്റെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കിലോമീറ്റർ 40 സംതിങ് ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ ആണ്. ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനം. അതെ അല്ലേ? എല്ലാ ഫീച്ചേഴ്സും വരും. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഇത് മോഡൽ വരുന്നത്? ഇത് 2022 അല്ലേ? ZXi+. എന്താ വില വരുന്നത്? ഇത് 6,20,000. 6,20,000. അതും ചെറിയ നെഗോസിയേഷൻ എന്തായാലും ഉണ്ടാവില്ല. അതെ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു എറ്റിയോസ് അല്ലേ? എറ്റിയോസ്. ഇത് മോഡലോ? 2016 GD കേരള സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി. അടിപൊളി. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? അതെ. 1,20,000 ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. കറക്റ്റ് 1,20,000 ഓടിയുള്ളൂ. അതെ. 14 1,20,000 എന്ന് പറയുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ആണ്. ടൊയോട്ടക്ക് അതൊക്കെ ജസ്റ്റ് വാമപ്പ്. പിന്നെ അതായത് നല്ല എഞ്ചിൻ കണ്ടീഷനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത വാഹനമാണ്. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? വണ്ടി മോശമൊന്നുമില്ല. 14 മോഡലാണ്. 16 മോഡലാണ്. ഒന്നൊന്ന് വേണമെങ്കിൽ പ്ലാറ്റിനം ആക്കി അടിപൊളിയായി അല്ലേ? അതെ. വിലയോ? റേറ്റോ 5,65,000 രൂപ. 5,65,000 ഒറിജിനൽ കേരള അല്ലേ? അതെ. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 5.5 ലക്ഷം രൂപ. 5.5 അല്ലേ? അതിൽ കുറയോ? ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ട് കൂടെ നിങ്ങൾ കുറയ്ക്കാൻ കസ്റ്റമർ വരട്ടെ, നമുക്ക് ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാക്സിമം നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഓൺ ഓഫർ ആയിട്ട് നമ്മൾ മാക്സിമം പ്രൈസ് ലോ ലെവലിൽ കൊടുക്കുകയാണ്. അടിപൊളി. അതുപോലെ തന്നെ നല്ല കിഡിലൻ ഒരു ബെൻസ് എടുക്കണ്ടല്ലോ. ഇത് മെർസിഡീസ് ബെൻസിന്റെ E250 അല്ലേ? ഒറിജിനൽ കേരള. അതായത് ഇതിന്റെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒരു 19,000 രൂപ വില ഉണ്ടോ അലോവില്? അലോവിലൊക്കെ എക്സ്ട്രാ കയറിയതാണ്. ഫുൾ കിറ്റ് ആയിട്ട് വണ്ടിയാണ് മുന്നും. അതെ അല്ലേ? വണ്ടി ബ്ലാക്ക് ആണ്. അന്യായ ലുക്കാണ് അല്ലേ? നല്ല അടിപൊളി ഫാൻസി നമ്പറും ഉണ്ട്. നമ്പർ ഉണ്ട് 500. എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഇത് ഇങ്ങനെ നോക്കി വെക്കാൻ പറ്റില്ലല്ലോ. ഇത് അവങ്കാടാ ഏറ്റവും ഫുള്ളാ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം നീറ്റ് ആൻഡ് ക്വാളിറ്റി. ഇന്റീരിയർ ഒരു കുറ്റവും പറയാനില്ലല്ലോ ഇതിൽ അല്ലേ? കിലോമീറ്ററോ? ഇത് 1 ലക്ഷം ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. കറക്റ്റ് ഒന്നേ ഓടിയുള്ളൂ അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. AMGന്റെ ഫുൾ കിറ്റ് ആയിട്ട് വണ്ടിയാണ്. എല്ലാം കൂടി ഏകദേശം 1.5 ലക്ഷം രൂപ ഫിറ്റിംഗ് ഉണ്ടോ? അതെ ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ? നല്ല വൃത്തിയില്ല വണ്ടി. ഫിറ്റിംഗ്സ് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന് നമുക്ക് 17 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം. ഒറിജിനൽ കേരള 2014 വണ്ടി അല്ലേ? അതാണ് നിങ്ങൾക്ക് 17 ലക്ഷം രൂപ. നെഗോഷ്യബിൾ ആവുമോ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ ഒരു i20 ഇതേതാ മോഡല്? ഇത് 2017 മോഡല്, 18 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 17 വണ്ടി അല്ലേ? അതായത് ഏറ്റവും ടോപ്പ്. അതെ. ആസ്റ്റ ഓപ്ഷനിൽ 6 എയർ ബാഗ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, സകല സാധനങ്ങളും വരും. ഫുൾ ഓപ്ഷൻ. എക്സ്ട്രാ അലോവില് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത വണ്ടി. അതെ. ഇത് എനിക്ക് തോന്നുന്നു 17 ഇഞ്ചിലേക്ക് 16 വൈഡ് ടയർ ഇട്ടാ അല്ലേ? അതെ. മോശമൊന്നുമില്ല കേട്ടോ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വെറും 80,000 കിലോമീറ്റർ. ഫുള്ള് കമ്പനി സർവീസ്. ഡീസൽ പെട്രോളോ? എങ്ങനെ? ഡീസൽ പെട്രോളോ? ഇത് ഡീസലുണ്ട്. ഡീസലാണ്. 20,000 മൈലേജ് കിട്ടും അല്ലേ? അതെ. ഇന്ത്യയിൽ മോശമൊന്നുമില്ല. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഫീഡ് ആയിട്ട് തന്നെ വരും. അതെ. പിന്നെ എന്ത് വിലയിട്ട് നമുക്കിപ്പോ? 580. 580. 17-18 വണ്ടിയാണ്. അതും 80 മാത്രം കൂടി ഡീസൽ വണ്ടി. അതെ. അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. മോശമൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. കോൺടാക്ട് ചെയ്തോളൂ. ഇത് നിങ്ങൾക്ക് മാക്സിമം ലോൺ കയറും അല്ലേ? അതെ. ഇത് സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് 2018 ആണ്. അതെ. VXi സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70 അല്ലേ? അതെ. മോശമൊന്നുമില്ല അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. റെഡ് കളറാണ്.
പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് പറയാനുണ്ടോ? ഇല്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ. ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ I20 ഞാൻ കാണിക്കാണ്ടിരുന്ന I20 ഓട്ടോമാറ്റിക് ലോക്കായി പോകും. അതെനിക്ക് അറിയാതെ അത് ഓൾറെഡി ലോക്കുമാണ്. ഇതിൻ്റെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. നീറ്റാണ് ക്വാളിറ്റി, മോശമൊന്നുമില്ല. ഒരു തട്ടുമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും പക്ക വണ്ടി അല്ലേ? അതെ. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 18 മോഡൽ VXi. അതെ. വിലയോ? വില 5,65,000 രൂപ. 5,65. 5,60,000 രൂപ കൊടുക്കാം. നെഗോഷ്യബിൾ ആവുമായിരുന്നു, കുറയോ? എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. 18 വണ്ടിയാണ്, 5,60,60,000 രൂപ. അത് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും. അപ്പോൾ എന്തായാലും ഇത്രയും കാണിച്ച വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയല്ലേ? എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഒരാളും വന്ന് നമ്മൾ കുറ്റം പറയില്ല, ഉറപ്പാണ് അല്ലേ? അപ്പോൾ എന്തായാലും ബാപ്പക്ക് ഇപ്പോൾ ഉള്ളത്തെ പ്രശ്നം ഉണ്ടല്ലോ, അങ്ങോട്ട് കാണിച്ചാലോ? കാണിക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു ചെറിയ ഒരു വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ. എല്ലാവരും ഒരുപോലെയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടിയാണ് നമ്മുടെ സെലേറിയോ ആണ്. അതെ. ഏതാ മോഡൽ? ഇത് 2019 ഓട്ടോമാറ്റിക് VXi. 19 ഓട്ടോമാറ്റിക് അല്ലേ? അതെ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാ അല്ലേ? അതെ. ഈ VXi ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്, ഓട്ടോമാറ്റിക് ആണ്, AMT വരുന്നത്. അതെ. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പക്കല്ലേ? കമ്പനി സർവീസുള്ള വണ്ടി. അതെ. കിലോമീറ്റർ എത്ര? 1,20,000. 1,20 ഓടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ വണ്ടി. ഓട്ടം കുറച്ച് കൂടുതലല്ലേ? ഓട്ടം കുറച്ച് കൂടുതലാണ്, പക്ഷെ ഫുള്ള് കമ്പനി സർവീസ് ഉണ്ട്. ലേഡീസിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. വേറെ ഒരു അപാകതയില്ലല്ലോ? അപാകതയും കാര്യങ്ങളൊന്നുമില്ല. വില 4,30,000 രൂപ കൊടുക്കാം. 4,30. അതെ. അത് കുറച്ച് കുറയാനില്ല വില? 4,75 മാർക്കറ്റിൽ വിലയുള്ള വണ്ടിയാണ്. എങ്കിലും നിങ്ങൾ കുറച്ച് കൊടുക്കുന്നത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ കുറഞ്ഞ ലോൺ കയറും. കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചിട്ട് കൊടുക്കും. ഇതാണ് ശരിക്കും ഒരു മുഴുത്ത പ്രാന്തന്റെ വണ്ടി ഞാൻ പറയും അല്ലേ? കാരണം പറയാതിരിക്കാൻ പറ്റൂല. നല്ല രീതിയിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറിയ വാഹനമാണ്. 2015 സിംഗിൾ ഓണർ വണ്ടി, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, പെട്രോൾ വാഹനം. അതായത് അലോയിൽ നോക്കിക്കോ, സിറ്റി ആണ്, പെട്രോൾ ആണ്. ഒരു 5 ലക്ഷം രൂപന്റെ അടുത്തേക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറിയ വണ്ടിയാണ്. അല്ല, ഒരു മര്യാദ വേണ്ടല്ലേ പൈസ കൊടുക്കുന്നതിന്? വണ്ടി ഭ്രാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഓണറേനി. അതെ. ഹെഡ്ലൈറ്റ്, ബാക്കത്തെ ബ്രേക്ക് ലൈറ്റും ഫ്രണ്ടത്തെ ഹെഡ്ലൈറ്റോ കാര്യങ്ങളൊക്കെ തായ്ലാൻഡ് ഇമ്പോർട്ട് ചെയ്തോ അല്ലേ? ഫുള്ള്. അതുപോലെ തന്നെ ഫുള്ള് കസ്റ്റമൈസ്ഡ് ആണ് ചെയ്തിട്ടുള്ളത്. ബോഡിയൊക്കെ ഫുൾ ചെയ്തിട്ടുണ്ട്. സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോ വീൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു. ഇന്ത്യയിൽ ഒരു കൊട്ടാരം പോലെ ആക്കിയില്ലേ? അതെ. സീറ്റ് പ്രീമിയത്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അതുപോലെ തന്നെ സ്റ്റിയറിംഗും സംഭവങ്ങളൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടും. ഒരു ഹോണ്ട സിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കണം. അത്രക്കും ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, സൺറൂഫ് ഉണ്ട്, ഫുൾ ഓപ്ഷൻ വണ്ടി, ഫുൾ ഓപ്ഷൻ. സിംഗിൾ ഓണർ, 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VX. അതെ. VX 16 ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന കിഡിലൻ സാധനം. 2015 മോഡൽ, 15 ഓണർ, ഫ്രഷ് ഇറക്കി വാങ്ങി. വേറെ ഒരു അപാകതയില്ലല്ലോ? ഇല്ല, ലാഭാഗതിയും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനാട്ടോ. അതെ അതെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. അത് കുറച്ച് കൂടുതലാണ്, എന്തായാലും ഒന്നും ചോദിക്കാനൊന്നുമില്ല. അങ്ങനെയല്ല, പക്ഷേ എന്താ വെച്ചാൽ 5 ലക്ഷം രൂപന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറ്റിയ വണ്ടിയാണ്. അതാണ് പറഞ്ഞത്. നോർമലി നമുക്ക് ഒരു 5-5.5 ഉറുപ്പിനുള്ളിൽ വണ്ടി കിട്ടും അല്ലേ? അല്ല, മാർക്കറ്റ് വല്ല 6.25 ലക്ഷം രൂപ ചോദിച്ചിട്ട് വിൽക്കുന്ന ആളുകളൊക്കെ. ഇപ്പൊ നമ്മൾ ചോദിച്ചത് 7.5. എങ്ങനെ വില എത്ര? 7.5. 7 ലക്ഷം രൂപക്ക് നമ്മൾ ചോദിക്കുന്നത് 7.5 ആ ലെവലിൽ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 16 ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഈ ഇതിന്റെ വാല്യൂ അറിയാവുന്നവർക്കേ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ മാക്സിമം ലോൺ കയറില്ലേ ഇതിൽ? അതെ, മാക്സിമം ലോൺ ഒരു 6 എന്തായാലും കയറില്ലേ? എങ്ങനെ? 6 ലോൺ കയറും അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് നോക്കിക്കോട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ, നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മിസ് ചെയ്യണ്ട, ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതാ ഒരു സിറ്റിംഗ് കൂടി ഉണ്ടല്ലോ. ഇതും സെയിം മോഡൽ തന്നെ, 2015. ഇത് ഓട്ടോമാറ്റിക് ആണ്, മറ്റേത് മാനുവൽ ആണ്. അതെ അതെ അതെ. ഓട്ടോമാറ്റിക്കില് കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ, കമ്പനി സർവീസ്. അടിപൊളി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഓപ്ഷൻ വണ്ടി. VX ആണ്. അതെ. അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ, എല്ലാവിധ സംഗതികളും ഉണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഇതിപ്പോ നമുക്ക് പ്രൈസ് എന്താ വരുന്നത്? ഇത് 6,10,000 രൂപ കൊടുക്കാം. 6,10. അതായത് 2015 മോഡല് ഹോണ്ട സിറ്റി, അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടി അല്ലേ? അതെ. അത് വേറെ ഒരു അപാകത ഇല്ലല്ലോ അല്ലേ? ലാഭാഗതി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കണേ. അതെ, എന്തെങ്കിലും കൊടുക്കാം. അടിപൊളി. അതുപോലെ തന്നെ ഈ പോളോ ആണെങ്കിലോ? ഇത് 2015 ഹൈലൈന്. 15 ഹൈലൈൻ, അതായത് 15 1.5 ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. പവർ എന്ന് പറഞ്ഞാൽ അന്യായ പവറും മൈലേജും. അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതും റെഡ് കളർ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ. അതെ. ഇത് എന്തെങ്കിലും വേറെ മേജർ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫോഴ്സ്വാഗൻ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഫോഴ്സ്വാഗൻ എന്ന് പറഞ്ഞാൽ നിനക്കറിയില്ല, തട്ടിയിട്ട് ടോട്ടൽ ലോസ് ആയാലും
ഇതിന്റെ അകത്തത്തെ ആൾക്കൊന്നും പറ്റൂല. അത് മാത്രമേ ഉള്ളൂ, പക്ഷെ മറ്റേ മെയിൻ്റെനൻസ് നല്ലോണം ഇറങ്ങും. ബിൽഡ് ക്വാളിറ്റി അവരാണ്, റോഡ് പ്രസൻസ് ഉണ്ട്. അതെ, അതാണ് മെയിൻ്റെനൻസ് നല്ലോണം ഇറങ്ങും. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇതിന്റെ ഇഞ്ചക്ടറോ കാര്യങ്ങളോ ഒന്നും വിഷയമില്ലല്ലോ. അതെ, നോ പ്രോബ്ലം. ഇതിപ്പോ ശരിക്കും കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇത് 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ മോശമൊന്നുമില്ല, ഏകദേശം പക്കയായിരിക്കും അല്ലേ? അതെ, ഫുള്ള്. അപ്പൊ അതൊന്നുമില്ലല്ലോ, ലാഭാഗത ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും. ശരി, വിലയാണ് കേൾക്കണം. വില പറ. 4,55,000 രൂപ കൊടുക്കാം. 4,85. 5 4.5 ലക്ഷം രൂപ അല്ലേ? അതെ, 4,55,000 രൂപ നിങ്ങൾക്ക് 2015 മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ 1.5 ലിറ്റർ വണ്ടി കിട്ടും. അതെ, അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു 2021 ബലേനോ 21 ബലേനോ ഡെൽറ്റ ഓപ്ഷൻ. ഡെൽറ്റയാണ്, അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. സിംഗിൾ ഓണർ കേട്ടോ, സിംഗിൾ ഓണർ അല്ലേ? 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഡെൽറ്റ ആണെങ്കിലും ക്ലൈമറ്റ് കൺട്രോൾ AC അടക്കം ടച്ച് സ്ക്രീൻ വരും, എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊന്നും മോശമില്ല. വേറെ എന്തെങ്കിലും അപകടം ഉണ്ടോ? അപകടം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മാക്സിമം ഓഫർ പ്രൈസ് കൊടുക്കാം. എന്താ ഓഫർ? 6 ലക്ഷം രൂപ മാർക്കറ്റിൽ റേറ്റിൽ ചോദിച്ച് വിൽക്കുന്ന വണ്ടിയാണ്. നമുക്ക് 5,80,000 രൂപ കൊടുക്കും. 5.80 21 മോഡൽ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? കിലോമീറ്റർ സിംഗിൾ ഓണർ. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫുൾ ലോണിൽ തന്നെ എടുത്തോളൂ കേട്ടോ. അതെ, ബാക്കി ആ പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫുൾ ലോൺ 50,000 രൂപ തന്നോട്ടെ. അതെ, അതെ, ഇല്ലെങ്കിലും പ്രൊഫൈൽ പക്കയാണെ വന്നോട്ടെ, അതും പറയാം. എന്തായാലും മോശമൊന്നുമില്ല, കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒരു സിറ്റിയും കൂടി കേൾക്കണ്ടല്ലോ. ഇതോ, ഇത് 2014 ഏറ്റവും ഫുൾ ഓപ്ഷൻ ഹോണ്ട സിറ്റി 14 സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ, ഡീസലാ? ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അകത്ത് ചെയ്ത വണ്ടി. അടിപൊളി. ഡീസലാ അല്ലേ? ഡീസലാണ്. കിലോമീറ്ററോ? ഇത് റീ രജിസ്ട്രേഷൻ നമ്പർ. ഇത് റിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാറുള്ളത്. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1,00,000 മുകളിൽ ഓടിയിട്ടുണ്ട്. റിയ ആയതുകൊണ്ട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലേ? ഇത് ബ്ലാക്ക് അല്ല കേട്ടോ, ഒരു ഗ്രീൻ ആട്ടോ വണ്ടി. അതെ, അതെ, ഡാർക്ക് ഗ്രീൻ മോഡലാണ്. ഇന്ത്യയിലൊക്കെ അടിപൊളി നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാ സംഗതികളും ഉണ്ടെന്ന് പറഞ്ഞു. സൺറൂഫും എല്ലാം പക്ക വർക്കിംഗ് അല്ലേ? ഫുള്ള് വർക്കിംഗ് ആണ് കേട്ടോ. അതെ. ഇതിപ്പോൾ നമുക്ക് പ്രൈസോ? ഇത് നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ 2014 ഡീസൽ. അതെ, ഓക്കെ. വണ്ടി പക്കയല്ലേ? ഓടിക്കാനൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? നോക്കിക്കോളൂ, മാക്സിമം ലോൺ കയറും. അതുപോലെ തന്നെ ബ്രസ മോഡല് 2022 ഹൈബ്രിഡ്. 22 ഹൈബ്രിഡ് സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് VXI ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ. VXI ഓപ്ഷൻ ഇല്ല അല്ലേ? അതെ, അതെ. ശരി. 22 വണ്ടി 22 കിലോമീറ്റർ ആണ്. 60,000 കിലോമീറ്റർ. എന്താ വില? ഇത് നമുക്ക് 8,60,000 രൂപ കൊടുക്കും. 8,60,000 22 വണ്ടി. 9.5 ലക്ഷം രൂപ മാർക്കറ്റുള്ള വണ്ടിയാണ്. VXI പ്ലസ് ആണ് കേട്ടോ. VXI പ്ലസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് വന്ന പെട്രോളിന് ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ? അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കിഡിലൻ ഒരു MG കൂടി കാണിച്ചു തരാം. MG ഏതാ മോഡല്? ഇത് 2020 മോഡല്. 20 ആണ്. അതെ. ഇത് കിലോമീറ്ററോ? ഇത് 40,000 കിലോമീറ്റർ. വെറും 40,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? അതെ. അത്യാവശ്യം നല്ല നീറ്റാണ്. ടയർ ഭാഗങ്ങളൊക്കെ ഏറ്റവും പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക്. അടിപൊളി. അതായത് ഒരു 10-12 കിലോമീറ്റർ മൈലേജേ കിട്ടുള്ളൂ. അതെ. പക്ഷെ വണ്ടി വേറെ ലെവലാണ് കേട്ടോ. വണ്ടി വേറെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതെ. പിന്നെ അല്ല, ശരിക്കും പറഞ്ഞാല് ഒരു വണ്ടിയിൽ ഇത്രയും ഫീച്ചേഴ്സ് കൊണ്ടുവരാന്ന് കാണിച്ചു തന്ന ടീമാണ് ഇവര്. അതെ, 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 അതെ. ഇവരാണ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. MG ആണ് ശരിക്കും. അതെ, അതെ. ഇന്റീരിയർ വോയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റാട്ടോ വണ്ടി. അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. നല്ല നീറ്റ് തന്നെ, നല്ല നീറ്റാണ്. കിലോമീറ്റർ ഒക്കെ പക്കയല്ലേ? ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി. അടിപൊളി. ഇതിപ്പോ നമുക്ക് വിലയാണ് അറിയേണ്ടത്. വിലയും കൂടി പറയൂ. ഇത് 11,70,000 രൂപ കൊടുക്കാം. 11,75. അതെ. മാർക്കറ്റ് 12.5 ലക്ഷം രൂപ ഉണ്ട്. 12 എല്ലാവരും ചോദിക്കും അല്ലേ? ആ വണ്ടിയാണ് നമുക്ക് 11,75 കൊടുക്കാം. വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടി അല്ലേ? ക്ലീൻ പീസ് സിംഗിൾ ഓണർ വണ്ടി, ഫുള്ള് കമ്പനി സർവീസ് ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. ശരി. ഇപ്പൊ എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ ഇന്റീരിയർ ഒക്കെ വേണമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം. അതെ, അതെ. അപ്പോൾ നമ്മൾ ആൾക്കാർ കോൺടാക്ട് ചെയ്ത് നമ്പർ വെച്ചുകൊണ്ട് എന്തായാലും വിളിക്കും കേട്ടോ. മാക്സിമം വില കുറച്ച് നല്ല വണ്ടികൾ. ഇപ്പോൾ നമുക്ക് ഒരു ഡീസൽ ഹോണ്ട സിറ്റി കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ. ഇത് മോഡൽ ഏതാ? ഇത് 2019. അത്യാവശ്യം ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ് അല്ലേ? അതെ. ഇത് ഡീസലാണ്. റീ രജിസ്ട്രേഷൻ നമ്പർ ആക്കിയ വണ്ടിയാണ്. റീ ആണല്ലേ? അതെ. വേരിയന്റ് ഏതാ? എങ്ങനെ? ഇതിന്റെ മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ വി ആണ് കേട്ടോ. അതെ. വി ഓപ്ഷൻ ആണ്. ID.Tech എഞ്ചിൻ വരുന്ന നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ന്യൂ ഷേപ്പിൽ കൺവേർട്ട് ചെയ്ത് വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ അത്യാവശ്യം നല്ല സീറ്റുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ. മോശമൊന്നുമില്ല കേട്ടോ. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഉണ്ട് അല്ലേ? അതെ. മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ട് ബട്ടൺ സ്റ്റാർട്ട്. അതെ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. പക്ക. വിലയോ? ഇതിന്റെ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടാവും. റീ രജിസ്ട്രേഷൻ ആകുമ്പോൾ നമ്മൾ നേരത്തെ മെയിൻ ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലാസ് മാത്രമേ ഉണ്ടാവും. ശരി. വിലയോ?
വില 6,75,000 രൂപ. 6,75 19 വണ്ടി. അതെ. അടിപൊളി, മോശമൊന്നുമില്ലല്ലോ അല്ലേ? അത് ഡീസൽ കിലോമീറ്റർ നമ്മളും പറഞ്ഞോ? ഇത് കിലോമീറ്റർ 1,00,000 മുകളിൽ ഓടിയിട്ടുണ്ടാവും അല്ലേ? അത് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താലേ മതി. ഫ്രീ ആയതുകൊണ്ട് പിന്നെ കൂടുതൽ നമ്മൾ പറയുന്നൊരു കാര്യമില്ല. ഇല്ല. ഇനി ഇതാണെങ്കിലോ? ഇത് 2016 മോഡല്. 16 VDI ഡീസലാണ്, മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? അതെ, മിഡിൽ ഓപ്ഷൻ. അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒറിജിനൽ കേരള വണ്ടി അല്ലേ? അടിപൊളി. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20,000. എന്തായാലും ഓടും, പറഞ്ഞിട്ട് കാര്യമില്ല. മൈലേജ് ഉള്ള ഒരു 7 സീറ്റർ വണ്ടി. അതെ, മൈലേജ് ഉള്ള ഒരു വാഹനമായിരുന്നു. ശരി, വിലയോ? ഇത് 6,75,000. 6,75 സെയിം റേറ്റ് അല്ലേ? 6,75 നിങ്ങൾക്ക് 16 മോഡല് VDI എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു ബൊലേറോ കിടക്കണ്ടല്ലോ. അതെ, 2016 അല്ലേ? ZLX ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അടിപൊളി. 16 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഞാൻ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 16 ഓടിയിട്ടുള്ളൂ അല്ലേ? അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ 4 ഡോർ കാര്യങ്ങളൊന്നുമില്ല. 4 സിലിണ്ടർ ആട്ടോ. അതെ അല്ലേ? വണ്ടി അപാകത എന്തെങ്കിലും ഉണ്ടോ? അപാകതയും കാര്യങ്ങളൊന്നുമില്ല. നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നല്ല ഒരു ബ്ലാക്ക് കളറിലേക്കൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്. ബ്ലാക്ക്. അതെ, നല്ല ലുക്ക് ഉണ്ട് വണ്ടി കാണാൻ. 16 ZLX 70,000 കിലോമീറ്റർ. 70 അല്ലേ? അതെ. വിലയോ? വില 5,50,000 രൂപ കൊടുക്കാം. 5,50,000 രൂപ. 5,70,000 രൂപ മാർക്കറ്റിൽ വിലയുണ്ട്, ചോദിച്ചിട്ട് വിൽക്കുന്ന ആളുകളുണ്ട്. അതെ. അപ്പം മാക്സിമം ഒരു 5 ലക്ഷം റുപ്യന്റെ മേലെ ലോണും കയറും കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 1,00,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കിക്കൊണ്ടു അല്ലേ? അപ്പൊ നമ്മുടെ ട്വിൻസ് ഡ്രൈവിലെ ഈ ഒരു എപ്പിസോഡ് ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലേ? അതെ. 2 ചെറിയ ബഡ്ജറ്റിലെ വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം. അതെ. ഇതിപ്പോ ഏതാ മോഡല്? അൾട്ടീസ്. ഇത് 2009 രജിസ്ട്രേഷൻ നമ്പർ ആക്കിയ വണ്ടിയാണ്. പെട്രോൾ. അതെ. കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ 1,40. ഉറപ്പൊന്നുമില്ല, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തായിട്ടോ. അതെ. കാരണം ചില വണ്ടികൾ ഈ വണ്ടിക്കൊന്നും ചിലപ്പോൾ എല്ലാം പക്കയായിരിക്കും, എങ്കിലും ഉറപ്പ് പറയണ്ടെന്ന് ഞാൻ പറയാറുള്ളൂ. ഇത് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ്, അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. വണ്ടി ഓടിക്കാനൊക്കെ പക്കയല്ലേ? ഒറിജിനൽ പക്ക. വിലയോ? വില 2,20,000 രൂപ. നിലവിൽ പേപ്പറില്ലേ? ഫുൾ പേപ്പർ ഉണ്ട് അല്ലേ? ഇത് CNG ഒന്നും ഇല്ലല്ലോ? എങ്ങനെ? CNG ഇല്ലല്ലോ? CNG ഇല്ല. ചെയ്താൽ നല്ല മൈലേജ് അല്ലേ? എന്തായാലും മോശമല്ല, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. 2009 വണ്ടി 2,25. അതുപോലെ തന്നെ ഇതാണെങ്കിൽ റിക്സ്. ഇത് 2013 സെക്കൻഡ് ഓണർ ഡീസൽ അല്ലേ? VDI ആണ്, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. മേജർ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 3,15,000 രൂപ കൊടുക്കാം. 3,15. അതെ. കുറെ ഉണ്ടാവൂലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. അതെ. VDI ആണ്, അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. അതെ. നിങ്ങൾ മിസ് ചെയ്യണ്ട. അതെ. കിലോമീറ്റർ പറഞ്ഞു നമ്മള്? കിലോമീറ്റർ 1,20,000 അല്ലേ? ചെക്ക് ചെയ്ത് എടുത്തോളൂ അല്ലേ? ഓക്കെ. പിന്നെ ഡീസൽ ആയതുകൊണ്ട് വലിയ കംപ്ലൈന്റ് നല്ല മൈലേജ് ഉണ്ടാവും. മാരുതി ആയതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം, വലിയ പൈസ ഒന്നും വരില്ല സർവീസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ട്വിൻസ് ഡ്രൈവിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് ഇത്ര സമയം നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടികളാണ്. റീപ്ലേസ്മെന്റ് ഒന്നും കാര്യമായിട്ടില്ലാത്ത വണ്ടികളല്ലേ? അപ്പോൾ എന്തായാലും ബ്രോ, നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ വരുമ്പോഴേ മാക്സിമം ഡിസ്കൗണ്ട് ഉറപ്പാണല്ലോ അല്ലേ? ഡിസ്കൗണ്ട് ഉറപ്പാണ്. ഓൾറെഡി നമ്മൾ ഓൺ ഓഫറിലാണല്ലോ കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതിനേക്കാൾ വില കുറച്ച് നമ്മൾ കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നേരെ ലൊക്കേഷൻ കൂടി പറഞ്ഞു കൊടുക്കും. ലൊക്കേഷൻ മലപ്പുറം വണ്ടൂര് ചെറുകോട് 28 ഊട്ടി റോഡാണ് എക്സാക്ട് ലൊക്കേഷൻ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ, നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അവസരങ്ങൾ കളയേണ്ട. ഓണത്തിനൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഫെസ്റ്റിവൽ സീസൺ എന്ന് പറഞ്ഞാൽ ഓഫറിൻ്റെ സമയമാണ്, അത് മിസ് ചെയ്യാൻ എടുത്തോളൂ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. റീൽസൊക്കെ വന്നിട്ട് കാണാൻ മറക്കണ്ട. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ.